guys, assalamualaikum. Welcome back to my channel. അപ്പോൾ ഇന്ന് നമുക്കൊരു ക്രാഫ്റ്റ് ഉണ്ടാക്കിയാലോ. ഇത് നമുക്ക് വാൾ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ആണ് കേട്ടോ ഗൈസ്. അതിനായിട്ട് ഞാൻ ഇങ്ങനെ 8 പേപ്പേഴ്സ് ഇങ്ങനെ ഇത് വീഡിയോയിൽ കാണുന്ന കണക്ക് മടക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഗ്ലൂ ഇട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് അതിൻ്റെ 2 എൻഡും വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ അത് ഡയമണ്ട് ഷേപ്പിൽ വെച്ചിട്ട് അതിനെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേ കണക്ക് വീണ്ടും ഇങ്ങനെ ഒരു നേരത്തെ നമ്മൾ 8 എണ്ണം കട്ട് ചെയ്തില്ലായിരുന്നു. അപ്പോൾ 2 എണ്ണത്തിൽ ഇങ്ങനെ 4 വെച്ചിട്ട് ഡയമണ്ട് ഷേപ്പ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് 2 ഡയമണ്ട് ഷേപ്പ് വേണം കേട്ടോ ഗൈസ്. അതിനാണ് നമ്മൾ 8 പേപ്പേഴ്സ് എടുത്ത് ഇങ്ങനെ റൗണ്ട് ആക്കിയത്. അതിനുശേഷം നമുക്ക് സെക്കൻഡ് ഡയമണ്ടും കൂടി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നോർമൽ ഗ്ലൂ യൂസ് ചെയ്തുകൊണ്ട് അത് കുറച്ച് സ്റ്റിക്ക് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് ഞാൻ അത് ഇത്തിരി നേരം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അപ്പോൾ അത് നന്നായിട്ട് സ്റ്റിക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ നമുക്കിൻ്റെ ഫ്ലവേഴ്സാണ് വേണ്ടത്. അതുകൊണ്ട് ഞാനൊരു ഗ്രീൻ പേപ്പറും യെല്ലോ പേപ്പറും എടുത്തിട്ട് അതിൽ 4 സർക്കിൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് 8 ഫ്ലവേഴ്സാണ് വേണ്ടത്. അങ്ങനെ ഞാൻ 4 സർക്കിൾസ് വെച്ച് 2 കളർ പേപ്പറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് സർക്കിൾ. അതിനുശേഷം നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ അതിൽ കുറേ ലൈൻസ് വരും. എന്നിട്ട് ആ ലൈൻസിൻ്റെ അവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളതിൽ ഗ്ലൂ ഇട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡിയായി കേട്ടോ ഗൈസ്. ഇവിടെ ഇനി ഞാനിപ്പോൾ ഇവിടെ കുറേ 4 യെല്ലോ ഫ്ലവേഴ്സും 4 ഗ്രീൻ ഫ്ലവേഴ്സുമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ 4 യെല്ലോ ഫ്ലവേഴ്സ് ഇപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 4 ഗ്രീൻ ഫ്ലവേഴ്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഫ്ലവേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഇത്തിരി ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോൾ ഇപ്പോൾ സ്റ്റിക്കായി വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അതെടുത്തിട്ട് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന അതെടുത്തിട്ട് അതിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയ ആദ്യത്തെ ഡയമണ്ടിൻ്റെ മുകളിൽ കൂടെ രണ്ടാമത്തെ ഡയമണ്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഇത്തിരി നേരം ടൈം എടുത്തിട്ട് ഞാൻ ഇത്തിരി നേരം അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചായിരുന്നു. അപ്പോൾ അത് സ്റ്റിക്കായി വന്നു കേട്ടോ ഗൈസ്. എന്നിട്ട് കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ സ്റ്റിക്ക് ആവാതെ ഉണ്ടായിരുന്നു. അപ്പം ഞാനത് ബഡ്സ് എടുത്തിട്ട് അവിടെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇനി ഇപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫ്ലവേഴ്സ് എടുക്കുക. എന്നിട്ട് എടുത്തിട്ട് അതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ കുറച്ച് ഗ്ലൂ കൊടുക്കുക. ആദ്യം ഞാൻ ഗ്രീനിലാണ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ടോപ്പിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇങ്ങനെ ഫസ്റ്റ് ഗ്രീൻ, പിന്നെ യെല്ലോ, പിന്നെ ഗ്രീൻ, പിന്നെ യെല്ലോ അങ്ങനെയാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. പാറ്റേൺ ആയിട്ടാണ് കേട്ടോ. അങ്ങനെ അത് ഫുള്ള് ഞാൻ ആ വൈറ്റ് പേപ്പർ ഇങ്ങനെ ഓരോ കോർണറിലായിട്ട് ഞാൻ ഇങ്ങനെ കളർ പേപ്പേഴ്സ് വെച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കി സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ഈ ക്രാഫ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഗൈസ്. ഇങ്ങനെ ഇപ്പോൾ ഞാനത് വാളിൽ ഹാങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ വീഡിയോ. ബൈ.